ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾ ഇക്കാക്കയുടെ വീട്ടിൽ പോയതായിരുന്നേ. അപ്പോഴാണ് മുറ്റത്ത് നിറയെ ചാമ്പക്ക. അത് കണ്ടപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഞങ്ങളിത് പറിച്ചെടുക്കാൻ പോവാ. അപ്പൊ അപ്പൂസാണ് മരത്തിന്റെ മുകളിൽ കയറി കായ പറിക്കാൻ പോകുന്നത്. അപ്പം മരത്തിന് വലിയ ഉയരമൊന്നുമില്ല, അതുകൊണ്ട് മതിലിന്റെ മുകളിൽ കയറി എന്നാണ് പറിക്കുന്നത്. അപ്പൊ നമുക്കിനി കുറച്ച് പറിച്ചെടുക്കണം. അപ്പൊ എല്ലാം പറിച്ച് കഴിഞ്ഞ ശേഷം അത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം. അപ്പൊ ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതെല്ലാം കുരു കളഞ്ഞ് ചെറിയ പീസാക്കി മുറിച്ച് വെക്കണം. അപ്പൊ ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ള ബാക്കി സാധനങ്ങൾ തയ്യാറാക്കാം. അതിന് നമുക്ക് തേങ്ങ വേണം, പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ചാമ്പക്ക ഉണ്ട്, അപ്പൊ അത് വേണം. ഒരു 3 4 അല്ലി ചെറിയുള്ളി എടുക്കണം. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അല്പം കറിവേപ്പിലയും ചുവന്ന മുളകുമാണ് എടുത്തിട്ടുള്ളത്. പാൻ ചൂടാക്കാൻ വെക്കാം. ഇനി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായി ചൂടായ ശേഷം ഇനി നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ തേങ്ങ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി ആ തേങ്ങ ഒന്ന് നന്നായി വറുത്തെടുക്കണം. തേങ്ങ അടി പിടിച്ചു പോവാതെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നന്നായി ഇളക്കണം. ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ എടുത്തു വെച്ച വെളുത്തുള്ളി ചേർക്കണം. അതിനുശേഷം നമുക്കത് വീണ്ടും ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല നാടൻ കറിവേപ്പിലയാണ് ചേർത്തത്. അത് വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചാമ്പക്ക അരിഞ്ഞു വെച്ചത് ചേർക്കണം. ഇനി അത് ചേർത്ത് കഴിഞ്ഞ ശേഷം വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. അധികം ചേർക്കേണ്ട ആവശ്യമില്ല, അധികം ചേർത്താൽ പുളി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അതും കൂട്ടി നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കണം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പം ഞാനിത് നന്നായി ഇളക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കരിഞ്ഞു പോവാതെ ഇളക്കണം. നല്ല ഗോൾഡ് കളറായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ചൂട് ആറാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. അതിനുശേഷമാണ് നമ്മളത് പൊടിച്ചെടുക്കുന്നത്. നമുക്കതൊരു നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണിത്. ഇത് തണുത്ത ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിത് പൊടിച്ചെടുത്തതാണിത്. ഇത് ഞാനൊരു ചെറിയ ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബിരിയാണിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റി ചമ്മന്തിയാണ്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.